കവിത പോലെ മനോഹരമായ ഒരു സിനിമ. ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ബോളിവുഡിൽ വന്നുപോയ മികച്ച കലാസൃഷ്ടി. ഉത്തരേന്ത്യൻ മണ്ണിലെ യഥാർത്ഥ പെൺജീവിതങ്ങളെ വരച്ചിടുന്ന ലാപത്ത ലേഡീസ്. നിർമ്മൽ പ്രദേശ് എന്ന സാങ്കല്പിക ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ ശരാശരി സാമ്പത്തിക സ്ഥിതിയുള്ള ഹിന്ദു കുടുംബങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നിവ രസകരമായി പറയുന്ന സിനിമയാണ് ലാപത്ത ലേഡീസ്. ആമിർ ഖാൻ, ജ്യോതി ദേശ്പാണ്ഡെ എന്നിവർ ചേർന്ന് നിർമ്മിച്ച കിരൺ റാവു സംവിധാനം ചെയ്ത ചിത്രം സ്നേഹത്തെയും സ്വപ്നത്തെയും കുറിച്ചുള്ളതാണ്. സ്വന്തം പങ്കാളിയുടെ പേര് പോലും വിളിക്കാൻ അനുവാദമില്ലാത്ത ഒരു സമൂഹം. പഠിച്ചു മുന്നേറാനുള്ള ആഗ്രഹമുണ്ടായിട്ടും 16ാമത്തെ വയസ്സിൽ തന്നെ പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് തള്ളിവിടുന്ന സമൂഹം. അത്തരത്തിൽ തീർത്തും അന്ധത ബാധിച്ച ചില മനുഷ്യരെ കുറിച്ചാണ് ലാപത്ത ലേഡീസ് സംസാരിക്കുന്നത്. മുഖം മറച്ച സ്ത്രീകൾ, നേരത്തെ വിവാഹം കഴിക്കപ്പെടുന്ന സ്ത്രീകൾ എന്നൊക്കെ വായിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകളെ മാത്രം ഓർമ്മ വരുന്നവർ നിർബന്ധമായും ഈ സിനിമയൊന്ന് കാണണം. അത്രത്തോളം ഇന്ത്യൻ സമൂഹത്തിന്റെ എല്ലാ സാംസ്കാരികമായ ചീഞ്ഞ ചിന്തകളെയും കിരൺ റാവു പൊളിച്ചെഴുതുന്നുണ്ട്. കാണാതായ ഭാര്യയെ കണ്ടുപിടിക്കാൻ അവളുടെ മുഖം മറച്ച ചിത്രം കൊണ്ട് ആളുകളിലേക്ക് ചെല്ലുന്ന ഒരു ഭർത്താവ്, ഗതാഗത സൗകര്യത്തെയും വിദ്യാഭ്യാസത്തെയും ജീവിത നിലവാരത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന ധാരാളം സംഭാഷണങ്ങൾ. ഇങ്ങനെ എല്ലാം കൊണ്ടും ലാപത്ത ലേഡീസ് മികച്ച ഒരു സിനിമയാകുന്നുണ്ട്. ഫൂൽ, ജയ എന്ന 2 പെൺകുട്ടികളുടെ വിവാഹവും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളുമാണ് ലാപത്ത ലേഡീസ് പറയുന്നത്. തനിക്ക് ലഭിച്ച അപരിചിത സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി പാതി വഴിയിൽ മുറിഞ്ഞുപോയ ഉപരിപഠനം എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനാണ് ജയ എന്ന കഥാപാത്രം സിനിമയിൽ ശ്രമിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഫൂലിനാകട്ടെ തുണയാകുന്നത് ചായക്കടക്കാരിയായ മഞ്ജുമായിയാണ്. വീടിനുള്ളിലാണ് സ്ത്രീയുടെ ജീവിതമെന്ന് വിശ്വസിക്കുന്ന ഫൂലിന്റെ പഴഞ്ചൻ ധാരണകളെയെല്ലാം പൊളിച്ചെഴുതുന്നത് ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ ജീവിക്കുന്ന മഞ്ജുമായിയാണ്. ബോക്സ് ഓഫീസിൽ പാടെ പരാജയപ്പെട്ട ഈ സിനിമ പക്ഷേ OTTയിൽ മികച്ച പ്രതികരണങ്ങളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം യഥാർത്ഥത്തിൽ ഈ സിനിമ എത്തേണ്ട മനുഷ്യരിലേക്കൊന്നും തന്നെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. കുറെ കൂടി വിശകലനം ചെയ്താൽ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി ചില്ലിട്ട് വെച്ചതുപോലെ ജീവിക്കുന്ന പെണ്ണുങ്ങളിലേക്ക് ഒന്നും തന്നെ കിരൺ റാവുവിന്റെ ഈ സ്ത്രീപക്ഷ സിനിമ എത്തിയിട്ടില്ല. അവർക്കാർക്കും തന്നെ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഭർത്താവിന്റെ അടിവസ്ത്രം അലക്കിയും അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ട എല്ലാം ഒരുക്കി കൊടുത്തും ഒന്ന് നടുനിവർത്തുമ്പോഴാണ് പലരും ഈ ചിത്രം കാണുന്നത്. യഥാർത്ഥ ജീവിതം പറയുന്ന ഇത്തരത്തിലുള്ള മനോഹരമായ സിനിമകളെ വിജയിപ്പിക്കാതെ, നല്ല കണ്ടന്റുകളുള്ള ആഴമുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സിനിമകളെ ഏറ്റെടുക്കാതെ സദാ രാജ്യസ്നേഹവും വിളമ്പിക്കൊണ്ടിരിക്കുന്നതാണ് ബോളിവുഡിന്റെ ഏറ്റവും വലിയ പോരായ്മ. ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തേതിന് പാകിസ്ഥാൻ ടെററിസ്റ്റുകളെയും ഇന്ത്യൻ സൈന്യങ്ങളുടെ യുദ്ധവീര്യത്തെയും കുറിച്ച് മാത്രം പറയുന്ന സിനിമാക്കാരാണ് ബോളിവുഡിന്റെ ശാപം. ലാപത്ത ലേഡീസ് പോലെ, 12th ഫെയിൽ പോലെ, ശ്രീകാന്ത് പോലെ മികച്ച സിനിമകൾ ബോളിവുഡിൽ ഉണ്ടാവട്ടെ. രാജ്യഭക്തരിൽ നിന്ന് ബോളിവുഡിനെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി സംവിധായകരെ.